നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന കിഡിലം വീട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തിരുമലയ്ക്ക് സമയം പിടാരം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല തേക്കിൻ്റെ അടിയിലും അതുപോലെ തന്നെ പ്ലാവിൻ തടിയിലും ഉൾപ്പെടെ നമുക്ക് ചെയ്തിരിക്കുന്ന ഗംഭീര വർക്കും കാര്യങ്ങളും ഇൻറ്റീരിയറായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് തടിയിലാണ് നമുക്ക് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. 6 സെൻറ്റ് സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 6 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളി വീടാണ് നമുക്ക് ഈ കാണുന്നത്. നമുക്ക് വിശേഷങ്ങളിലോട്ട് കിടക്കാം. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്ററിനകത്ത് മാത്രമാണ് വീടിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് ഒരു 1.25 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. തിരുമല ജംഗ്ഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2.25-3 കിലോമീറ്ററിനകത്ത് മാത്രമാണ് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീടിൻ്റെ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുള്ളത്. ഇത് കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് മുറ്റം നല്ലപോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഇത്രയും രീതിയിലുള്ള വൈഡിങ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് എൻട്രൻസ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടേജിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ട് നമുക്ക് അത്രയും വീതിയും കാര്യങ്ങളുള്ള നല്ല വിശാലമേറിയ ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. 6 സെൻറ്റ് സ്ഥലമായതുകൊണ്ട് അത്രയും വിശാലമേറിയ ഫ്രണ്ടേജ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗാർഡൻ പ്രൊവിഷൻ കാര്യം ഉൾപ്പെടെ നമുക്ക് ബാമ്പുവും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. വീടിൻ്റെ ഈ ഒരു കോർണറിൽ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ വേറെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ആൾ താമസമുള്ള വീടുകളൊക്കെ തന്നെയാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. എലിവേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മുകളിൽ ക്ലാഡിംഗ് ടൈൽസ് ഉൾപ്പെടെ നമുക്ക് നല്ല ഒരു എക്സ്റ്റീരിയർ ലുക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ തന്നിരിക്കുന്ന ബാൽക്കണി ഉൾപ്പെടെ നമുക്ക് തേക്കിൻ്റെ ഒരു തടിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് കാണുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് 12x6 ഡയമെൻഷൻ വരുന്ന നല്ല റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡിൽസ് ഒക്കെ തന്നെ തേക്കിൻ്റെ തടിയിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്കിവിടെ തടിയിൽ ചെയ്തിരിക്കുന്ന സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ല മനോഹരമാക്കി പണി ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ചുമര് കാണുന്നത് മുഴുവൻ നമുക്ക് വുഡൻ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമാക്കി വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വർക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. മാക്സിമം എത്രത്തോളം വുഡ് നമുക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം വുഡ് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, അത്രത്തോളം വുഡ് വർക്ക് നമുക്ക് ഈ ഒരു വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഫാൻസി ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് നല്ല ഗംഭീരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോൾ സീലിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് വുഡ് വർക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യുണീക്ക് ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇത് കാണുന്നത് പോലെ തന്നെ ഒരു ആനയുടെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഫ്രണ്ട് ഡോറിൻ്റെ ഒരു ഇതിൽ നമുക്ക് കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് നമുക്ക് പോവാം. സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ലിവിങ് ഏരിയ 14x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ലിവിങ് ഏരിയ. ചുമര് മുഴുവൻ നമുക്ക് വുഡ് വർക്ക് വരുന്ന പാനലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫുൾ നമുക്ക് പാനലും കാര്യങ്ങളും ഈ ഒരു ലിവിങ് ഏരിയയുടെ ചുമരിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്റീരിയർ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു 4 കെട്ട് മോഡൽ വരുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഊഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ അതെല്ലാം നമുക്ക് ചെയ്തിരിക്കുന്നത് തടിയുടെ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഇന്റീരിയർ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്.
ഒരു 4 കെട്ട് മോഡൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ സെൻട്രലായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് വരുമ്പോഴേക്കും സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് തടിയിലുള്ള വർക്കും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല മനോഹരമായ ഒരു ഫോൾ സീലിംഗ് വർക്ക്. അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഗംഭീരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു യുണീക്ക് ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമുക്ക് ഇന്റീരിയർ വർക്കായാലും എക്സ്റ്റീരിയർ വർക്കായാലും നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ 4 കെട്ടിൻ്റെ ഇതിൽ വരുന്ന തൂണുകളെല്ലാം തന്നെ നമുക്ക് വുഡ് വർക്കിൻ്റെ പാനലും കാര്യങ്ങളും തടിയുടെ പാനലും കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് ഇതുവഴി നേരെ നടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് എത്തുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് TV യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളാണ് തടിയിൽ തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് TVയും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട്. അട്രാക്റ്റീവുള്ള TV യൂണിറ്റ് ഏരിയ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് തടിയിൽ തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നേരത്തെ മുകളിൽ നമ്മൾ നോക്കിയതുപോലെ തന്നെ ഒരു 4 കെട്ട് മോഡലാണ് നമുക്ക് ഡിസൈൻ വരുന്നത്. TV യൂണിറ്റിൻ്റെ ആ ഏരിയയിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ്, ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉൾപ്പെടെ കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഇവിടെ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന ഡൈനിങ് ഏരിയ നമുക്ക് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരിയുടെ നല്ല ക്വാളിറ്റി പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്കെല്ലാം തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വുഡ് വർക്കും കാര്യങ്ങളെല്ലാം നല്ല മനോഹരമാക്കിയാണ് ചെയ്യുന്നത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റും വരുന്നത് നമുക്ക് വുഡ് വർക്കിൽ വരുന്ന വുഡ് വർക്കിൻ്റെ ഡിസൈൻ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് വന്നിട്ടുള്ളത് ഈ TV യൂണിറ്റിൻ്റെ സൈഡിൽ വരുന്ന ഒരു ഏരിയയിലാണ് വന്നിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിലാണ് നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള വാഷ് കൗണ്ടർ ഏരിയ വന്നിട്ടുള്ളത്. നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ. സ്മാർട്ട് ലൈറ്റ് വരുന്ന മിററും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള വാഷ് ബേസിനും കാര്യങ്ങളും വെച്ചുകൊണ്ട് നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. കിച്ചൺ നമുക്ക് വരുന്നത് ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കിച്ചണാണ്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ കിച്ചൺ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. താഴെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ഗംഭീരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. മുകളിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു കിച്ചണാണ്. അത് മോഡലായ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ആപ്റ്റായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സിങ്കും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സ്മാർട്ട് സിങ്കും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മോഡലായ രീതിയിലുള്ള ഷെൽഫും കാര്യങ്ങളും നമുക്കിവിടെ അന്ന് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു കളർ തീമിന് ഉൾപ്പെടെ ചേർന്ന് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വരുന്നത് നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു പാർട്ടീഷൻ നമുക്ക് ലിവിങ് ഏരിയയും കിച്ചണായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഈ ഏരിയ ലിവിങ് ഏരിയയും കിച്ചണായിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ നമുക്ക് വരുന്ന കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്ന വുഡ് വർക്ക് എല്ലാം നമുക്ക് ചെയ്യുന്ന പ്ലാവിൻ തടിയിലാണ് നമുക്കിതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയി. നമുക്കിതിൻ്റെ ഡയമെൻഷൻ വരുന്നത് 10x8 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് വരുന്നത്. അത് ഫുള്ള് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്നതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം.
12x10 ഡയമെൻഷനിൽ നല്ല മനോഹരമായ വിശാലമേറിയ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു റൂമിൽ നമുക്ക് ചെയ്തിരിക്കുന്ന ഫുള്ളും തടിയിൽ തന്നെയാണ്. നമുക്ക് ചെയ്യുന്ന ഈ ഒരു വോളിൽ ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് പ്ലാവിൻ തടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പാനലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു വർക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത് നമുക്ക് തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇത്രയും വിശാലമേറിയ രീതിയിലുള്ള ഒരു കബോർഡും കാര്യങ്ങളും വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബ്സ് വന്നിട്ടുള്ളത്. മുകളിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായി തീർത്ത് കംപ്ലീറ്റ് ആയി തീർത്തിരുന്ന ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്ലോറിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ എല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് സെറയുടെ മെറ്റീരിയൽസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. തടിയിൽ നമുക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ്ങിൽ നിന്നൊരു പാർട്ടീഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റോറേജ് സ്പേസിൽ നൽകിക്കൊണ്ട് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് മനോഹരമാക്കി ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു വർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് സ്റ്റെയർ മുഴുവൻ നമുക്ക് വുഡൻ പാനലും കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ് ചാനൽ ഉൾപ്പെടെ നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ ലൈറ്റ് ചാനലിൻ്റെ ഫ്രെയിം ഉൾപ്പെടെ നമുക്ക് തടിയിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫർഗോള മോഡൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഈ സ്റ്റെയർ കയറി മുകളിലെത്തുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹാളിലാണ് നമ്മളിവിടെ എത്തുന്നത്. 20x15 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാള് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്ലാവിൻ തടിയിൽ നമുക്ക് വരുന്ന 4 കെട്ട് മോഡൽ ഡിസൈൻ ഇവിടെ നിന്നാണ് നമുക്ക് താഴോട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിറ്റിംഗ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഇതെല്ലാം നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ അത് നമുക്ക് തടിയിലാണ് നമുക്ക് വരുന്നത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്നത് തടിയിൽ വരുന്ന വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഓഫീസ് വർക്കായിട്ട് ഓഫീസ് ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ 4-8 മോഡൽ ഡിസൈനിൻ്റെ ആ ഒരു ടോപ്പിൽ തന്നെ നമുക്കൊരു ഫർഗോള മോഡൽ സെറ്റപ്പ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ രാവിലെ ആയാലും നമുക്ക് വെളിച്ചം നമുക്ക് വീടിനകത്ത് സുഖമായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. വിശാലമായ റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് എല്ലാം വുഡ് വർക്കിലാണ്, തടിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. മിറർ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഇത് നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്കിതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് വന്നിരിക്കുന്നത് 15x13 ഡയമെൻഷനിലാണ് നമുക്ക് ഇതിൻ്റെ ഏരിയ വന്നിരിക്കുന്നത്. ഫ്ലോറിലെല്ലാം തന്നെ കഥയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് വേണ്ടി യൂസ് ആക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് തടിയുടെ തന്നെയാണ് ഫോൾ സീലിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വിശാലമായ റൂമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഒരു വാർഡ്രോബ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് വിത്ത് ഡ്രസ്സിംഗ് ടേബിളാണ് നമ്മുടെ വാർഡ്രോബ്സും വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ റൂംസും നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള റൂംസും കാര്യങ്ങളും തന്നെയാണ് വന്നിട്ടുള്ളത്.
ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ബാത്റൂം എല്ലാം തന്നെ നല്ല വിശാലമായ ബാത്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷായ ടൈൽസും കാര്യങ്ങളൊക്കെ ഫ്ലോറിനായിട്ട് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർന്നിട്ടുള്ള ഒരു വർക്കാണ്. ഇതിപ്പോൾ നമുക്ക് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല വിശാലമായ റൂം തന്നെയാണ്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിലെല്ലാം തന്നെ കച്ചേരി നല്ല ക്വാളിറ്റി ഫ്രെയിം ടൈൽസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ബാത്ത് അറ്റാച്ച് ആണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിന്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഈ ഒരു ഭാഗത്താണ് വീടിന്റെ മെയിൻ ബാൽക്കണി നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ ബാൽക്കണി. 10x8 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബാൽക്കണിയാണ് നമുക്ക് വരുന്നത്. ഫോൾ സീലിംഗ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. തടിയുടെ വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വുഡ് വർക്കും നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന വുഡ് വർക്ക് എല്ലാം തന്നെ ചുമരിൽ ചെയ്തിരിക്കുന്ന എല്ലാ വുഡ് വർക്കും തന്നെ നമുക്ക് തടിയിലാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും കാര്യം ഡെക്കറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ നല്ല മനോഹരമാക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫുള്ള് നമുക്ക് വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ബാൽക്കണിയിൽ വന്നിരിക്കുന്ന ഫുൾ വർക്കും നമ്മൾ തടിയിലാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോറിനായിട്ട് നമുക്ക് അജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. 10x8 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ട് നല്ല മനോഹരമായ 6 സെൻറ്റിൽ വരുന്ന 2250 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത അടിപൊളിയായിട്ടുള്ളൊരു കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല കിടുക്കം വീടിൻ്റെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് 1,25,00,000 അത് തികച്ചും നമുക്ക് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ 1,25 lakhs ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നെഗോഷ്യബിളാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാവുന്നതാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള ലൊക്കേഷൻ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോകൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക.